രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ആ നേരം ഉറക്കം മാറി എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു വംശി. കൺപീലികൾ ഒക്കെ പിണഞ്ഞു കിടക്കും പോലെ വലിച്ചു തുറക്കാൻ അത്രയും പാട്. ആകെ മൂടിക്കിടന്നിടത്തു നിന്നും കംഫർട്ട് വലിച്ചു മാറ്റിയിട്ട് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ക്ഷീണം കാരണം അവൻ കട്ടിലേക്ക് തന്നെ അമർന്നുപോയി. വല്ലാത്തൊരു വേദന. കാലൊന്നും അനക്കാൻ വയ്യാത്ത പോലെ. ഒരു തരം പാരലൈസ്ഡ് ഫീലിംഗ്. അവൻ കൈകൾ കുത്തി ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരിക്കാൻ പാകത്തിൽ കൈവെള്ള കുത്തി എഴുന്നേറ്റതും ബലം നഷ്ടമായ പോലെ അവൻ പിന്നിലേക്ക് ചാഞ്ഞുപോയി. അമ്മേ! കൈമുട്ട് പിന്നിലേക്ക് പോയി ഇടിച്ച വേദനയിൽ അവൻ അറിയാതെ വിളിച്ചുപോയി. ആ വേദനയോടെ കണ്ണു തുറക്കുമ്പോഴാണ് താൻ മുറിയിലാണെന്നും പുതപ്പിലാകെ പൊതിഞ്ഞു കിടക്കുകയാണെന്നും അവൻ കാണുന്നത്. ഇന്നലെ രാത്രി അകത്ത് കിടത്തി പുറത്തിരുന്ന് ലിക്കർ കഴിച്ചിടം വരെ മാത്രമേ ഓർമ്മയുള്ളൂ. എപ്പോ താൻ അകത്തു വന്നോ, എവിടെ കിടന്നോ എന്ന് ആലോചിക്കുമ്പോൾ മൂടാപ്പ് പോലെ എന്തൊക്കെയോ മനസ്സിൽ വരുന്നു എന്നല്ലാതെ ഒന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല. അതിനുമപ്പുറം കൈവെള്ളയിലെ ഈ മുറിവ് ഇന്നലെ തന്നെ ഇത്രയും വേദനിപ്പിച്ചില്ല എന്ന ഓർമ്മയിൽ അവൻ അതിലേക്ക് നോക്കുമ്പോൾ കണ്ടു, ഇന്നലെ കെട്ടിയതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ കെട്ടാണ് കയ്യിലെന്ന്. ഇവളപ്പോൾ രാവിലെയും ഇതെല്ലാം മാറ്റിയോ? അറിഞ്ഞില്ലല്ലോ. എങ്ങനെയൊക്കെ ചാരിയിരുന്നോർക്കുമ്പോൾ മനസ്സിൽ ധാത്രി മാത്രമായി. കോൺട്രാക്ട് നഷ്ടമായതും അവളെ തല്ലിയതും രാത്രിയിൽ പെടാപ്പാടും എല്ലാം ഓർത്തുകൊണ്ട് അവൻ പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തതിന്റെ സെഡേഷനിൽ ആ ഒരു ഇരുത്തത്തിൽ തന്നെ അവൻ പിന്നെയും മയങ്ങി. ഒപ്പം നിവർന്നിരുന്നവൻ പിന്നെയും പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഏട്ടൻ മോളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മോൾ ഇനിയെങ്കിലും അവനോട് തല്ലുകൂടുന്നത് നിർത്തണം. അറിയാം അവന്റെ സ്വഭാവത്തിന് നിനക്ക് ദേഷ്യം വരുമെന്ന്. പക്ഷെ തൽക്കാലത്തേക്ക് എല്ലാം ഒന്ന് കുറയ്ക്കണം. ഒന്നാമത് കഷ്ടപ്പെട്ട കോൺട്രാക്റ്റിൽ നിന്ന് കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. ഒപ്പം അവന്റെ അച്ഛനെന്ന് പറയുന്നവൻ ആ മുറിവിൽ വീണ്ടും വീണ്ടും ഉപ്പുവാരി ഇടാനേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി മുന്നോട്ട് അവന്റെ ദേഷ്യം ചിലപ്പോൾ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ പുറപ്പെട്ടു വന്നു എന്ന് വരാം. ആ നേരത്ത് മോളായിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ല്. തൽക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെയെങ്കിലും നമുക്ക് അവനെ വെറുതെ വിടാം. ആഹാ, ഇത്ര പെട്ടെന്ന് സമ്മതിച്ചോ? കൊള്ളാലോ. അവളുടെ മൂളൽ കേട്ട് പാർത്ഥൻ പോലും ചിരിച്ചു. മനസ്സിൽ ഇത്രയൊക്കെ മുറിവേറ്റ ആളല്ലേ ഏട്ടാ. ഇനിയിപ്പോ എന്റെ വകയായി കൂടി വേണ്ട. മാക്സിമം ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോകില്ല. ഇങ്ങോട്ട് വന്നാലും ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിച്ചുകൊള്ളാം. പിന്നെ ബാക്കിയൊക്കെ വരുന്ന പോലെ ആകട്ടെ. എന്തേ? ഓ മതി. കാര്യഗൗരവത്തോടെ പറയുന്നവളുടെ തലയിൽ പാർത്ഥൻ മെല്ലെ ഒന്ന് മേടി. ആ മോളെ, ഒരു കാര്യം കൂടി. പറഞ്ഞു ഏട്ടാ. ദേവമ്മയോടും പ്രത്യേകിച്ച് അനിഷ്ടമൊന്നും മോള് കാണിക്കില്ല. അവര് ഒരു പരിധിയിൽ കൂടുതൽ സാധുവാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി മാറിയത് പോലുമെന്ന് തോന്നുന്നു. താൻ പറഞ്ഞതൊക്കെ കേട്ട് അവൾക്കിനി അമ്മയോട് ദേഷ്യമായോ എന്ന ചിന്തയിൽ പാർത്ഥൻ എടുത്തു പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടാ. ചിലരങ്ങനെയാണ്. അവരെ അങ്ങനെ അംഗീകരിച്ചാൽ ഒരു പരിധിവരെ നമുക്കുള്ളിൽ ഉടലെടുക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ഉത്തരമാകും. അല്ലെങ്കിൽ ചിന്തിക്കുന്നതും വിഷമിക്കുന്നതും നമ്മൾ മാത്രമാകും. പലപ്പോഴും മുന്നിൽ നിൽക്കുന്നവർ ഇതൊന്നും അറിഞ്ഞുകൂടി കാണില്ല. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവള് നിശ്വസിച്ചു. പാർത്ഥൻ പോകുന്നതിന് മുന്നേ വംശിയെ പോയി നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. കമ്പനിയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടും വംശി അവിടെ ഇല്ലാത്തതുകൊണ്ടും തിരിച്ചു പോകാൻ പാർത്ഥൻ നിർബന്ധിതനായിരുന്നു. ഇങ്ങനെ വിഷമിച്ചു പോകാൻ ഏട്ടൻ എന്നെ അത്രയ്ക്കും വിശ്വാസമില്ലേ? വംശിയെ വിട്ട് പോകാൻ നിൽക്കാതെ മുറിയിൽ തത്തിക്കളിക്കുന്ന പാർത്ഥനോട് മുഖമെല്ലാം കയറ്റിവെച്ചുകൊണ്ട് സിദ്ധി ചോദിച്ചു. വിശ്വാസമില്ലാത്തൊന്നും അല്ലടി. അവന്റെ അവസ്ഥ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടോ? ഒരു തരം വല്ലാത്ത പനിയാണെന്ന്. ആ മുറിവ് പൊറുക്കും വരെ അവന് അതിങ്ങനെ വന്നും പോയി നിൽക്കുമെന്ന്. അതിന്റെ ഒപ്പം തന്നെ ശരീരവേദനയും തലയിറക്കമൊന്നും വേണ്ട, 99 എണ്ണം വരിവരിയാലെ പിറകെയും വരുമെന്ന്. ഇനി അതൊക്കെ പോട്ടെന്ന് വെച്ചാലും ഈ അസുഖത്തെ എല്ലാം വന്നു കയറിയിരിക്കുന്നത് ഈ 6 അടി ശരീരത്തിലാണെന്ന് നീ മറക്കരുത്. അതിൽ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ദേഷ്യവും വാശിയും ഈഗോയും മാത്രമാണ്. നേരെ ചൊവ്വേ നല്ല ഗുണത്തിലെ നിങ്ങൾ രണ്ടും ചേരില്ല. ഇതിപ്പോ അസുഖം കൂടി വന്നുള്ള ഇവന്റെ വാശിയിൽ നീ എങ്ങനെ അവനെ ഒറ്റയ്ക്ക് നോക്കും എന്നാണ് എന്റെ പേടി. ഒന്നാമത് കൈസഹായത്തിന് പോലും ഒരാളൊപ്പമില്ല. എനിക്ക് സത്യമായിട്ട് അറിഞ്ഞുകൂടാ നീയും അവനും കൂടി ഇവിടെ നീ എന്താകുമെന്ന്. നെറ്റിയിൽ തടവിയുള്ള മനസ്സിലെ സന്ദേഹങ്ങളൊക്കെ ഓരോന്നായി പറയുന്നവനെ ഒരിടത്തും ധാത്രി തടഞ്ഞില്ല. കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവക്കും അറിവുള്ളതാണ്. ആ നേരമാണ് പാർത്ഥന് കമ്പനിയിൽ നിന്നും പിന്നെയും കോൾ വരുന്നത്. പോട്ടെ മോളെ,
ഇവനും കൂടി ഇല്ലാത്തതുകൊണ്ട് ചെന്നേ പറ്റൂ. പോകാൻ ഒട്ടും ഇഷ്ടമില്ലാതെ ആള് അവളെ ഒന്ന് നോക്കി. ഏട്ടന് സമാധാനമായിട്ട് പോയിട്ട് വാ. ഏട്ടന്റെ രാവണനെ ഞാൻ നോക്കിക്കോളാം. ആവട്ടെ. പുഞ്ചിരിയോടെ പറയുന്നവനെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർത്ഥൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. അവനെ പറഞ്ഞുവിട്ട് വാതിൽ അടച്ചു തിരിയുമ്പോഴാണ് അവൾ സമയം ശ്രദ്ധിക്കുന്നത്. ഇതിപ്പോ ഇത്രയും നേരമായല്ലോ. ഡോക്ടർ പറഞ്ഞത് വെച്ച് മരുന്ന് കൊടുക്കാനുള്ള നേരവുമായി. എങ്ങനെ ഇപ്പം മരുന്നൊന്ന് കൊടുക്കുക? കുറച്ചു മുന്നേ ചെന്നപ്പോൾ പോലും ആള് നല്ല ഉറക്കമാണ്. ഇനിയിപ്പൊ വിളിച്ചുണർത്തിയാൽ? കുറെ നേരം എന്തൊക്കെയോ ചിന്തകളിൽ ഉഴറി നിന്നവൻ മാറ്റിവെച്ച് അവസാനം അവൾ അവനെ വിളിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് മുകളിൽ ചെന്നു. ഏട്ടാ, 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 എഴുന്നേറ്റേ, മരുന്ന് കഴിക്കണം. അവനെ മെല്ലെ തോളിൽ തട്ടി വിളിച്ചിട്ടും എഴുന്നേൽക്കാതെ അവൾ അവന്റെ കവിളിൽ പതിയെ ഒന്ന് തൊട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. അവൻ ആ കൈവെള്ളയിൽ പിടുത്തം വിട്ട് ഒന്നും കൂടി പുതപ്പിലായി ചുരുങ്ങിക്കൂടി. പെട്ടെന്നുള്ള പിടുത്തവും ആ ചുരുളിച്ചയും ഒക്കെ കൂടിയായതും കുനിഞ്ഞു നിന്ന് വിളിച്ചവള് ബാലൻസ് തെറ്റി അവന് മുകളിലൂടെ കട്ടിലേക്ക് തന്നെ വീണുപോയിരുന്നു. ഒപ്പം അവളുടെ ചുണ്ടുകൾ പോയി ഇടിച്ചു നിന്നത് അവന്റെ കവിളിലും. പെണ്ണൊന്ന് വിറഞ്ഞു. അകത്തേക്ക് ചേർന്ന് നിന്ന് വിളിക്കുമ്പോൾ പോലും ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ബാലൻസ് തെറ്റി വീണുപോയതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ അവന്റെ വട്ടം ചുറ്റിയുള്ള പിടുത്തത്തിൽ ആകെ അവനിലേക്ക് ചേർന്ന് കിടക്കുന്ന പോലെയാണ് താൻ. ഒപ്പം തന്റെ നിശ്വാസം പോലും ചെന്ന് തട്ടുന്നത് ആ കവിൾത്തടത്തിലും. ഇതിനിടയിൽ തന്റെ ചുണ്ടുകൾ അറിയാതെയെങ്കിലും അവനിൽ തൊട്ടുപോയിട്ടുണ്ടോ എന്ന ഭയപ്പാടിൽ ഓരോ തവണയും പിന്നിലേക്ക് വലിയാൻ നോക്കുമ്പോഴും അവൻ തിരിഞ്ഞു കിടക്കുന്നതിനിടയിലെ തന്റെ കൈവെള്ള അവന്റെ കവിൾത്തടത്തിനടിയിലായതുകൊണ്ട് തന്നെ അല്പം പോലും അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ശരീരം പിന്നെയും പിന്നെയും അവനെ ഒട്ടിപ്പോകുന്നതല്ലാതെ അവൾക്ക് അവനിൽ നിന്നും എഴുന്നേൽക്കാനോ അകന്നു മാറാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏട്ടാ, വിട്ടേ എന്നെ. അവളിൽ നിന്നും കൈ പറിച്ചെടുക്കാനുള്ള വെപ്രാളത്തിൽ പെണ്ണ് കൈ വലിക്കുമ്പോൾ അതിന്റെ ബലത്തിൽ ആ ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ എന്ന പോലെ അവൻ തന്റെ കൈവെള്ളയിൽ അവളെ പൊതിഞ്ഞു പിടിച്ചു. കവളിലേക്ക് പിന്നെയും പിന്നെയും എടുത്തു വെച്ചു. ഇത്തവണ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞത് അവളുടെ കൈവെള്ളയിലാണ്. അവളുടെ ഉള്ളമൊന്ന് വിറച്ചുപോയി. ശരീരമാകെ ഒരു പെരുപ്പ് പാഞ്ഞു കയറി. ഇതുവരെ ബലത്തിൽ കൈ വലിച്ചുകൊണ്ടിരുന്നവളുടെ സകല ബലവും ചോർന്നു പോകുന്ന പോലെ അവന്റെ ചുണ്ടുകൾ ഇപ്രാവശ്യം നല്ലവണ്ണം ആ കൈത്തണ്ടയിൽ പറ്റിയിരുന്നു. ധാത്രിയിലാകെ ഒരു തണുപ്പ് പടർന്നു. ശരീരവും മനസ്സുമെല്ലാം തണുത്തുറഞ്ഞ് മഞ്ഞുപോലെയാകാൻ കഴിവുള്ളത്രയും വലിയൊരു തണുപ്പ്. തണുക്കുന്നു, കൈ വലിക്കുന്നു എന്ന് തോന്നിയപ്പോഴൊക്കെ ചുണ്ടുകൾ പിറുപിറുത്തത് കൈത്തണ്ടയിൽ പതിക്കുന്ന ചുംബനം പോലെ തോന്നി ധാത്രിക്ക്. പേടിക്കും ഭയത്തിനും അപ്പുറം മറ്റെന്തോ കൂടി. അവളുടെ ശരീരം വിറയ്ക്കുന്നത് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവന്റെ കരാളഹസ്തത്തിൽ നിന്നും കൈ പിൻവലിക്കുക എന്നത് ഒരു പരിധിവരെ ആ നേരം നടക്കില്ലെന്ന് ഇത്രയും നേരം കൊണ്ട് അവൾക്ക് മനസ്സിലായി. കാരണം ഓരോ തവണ താൻ കൈ പിൻവലിക്കുമ്പോഴും അവൻ പാതി മയക്കത്തിൽ പിന്നെയും പിന്നെയും കൂടുതൽ ബലത്തിൽ അവളിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ നല്ലൊരു ഉറക്കത്തിൽ വീണാലല്ലാതെ തനിക്കിനി അല്പം പോലും അവനിൽ നിന്ന് അകന്നു മാറാൻ പറ്റില്ലെന്ന് കരുതി അസ്വസ്ഥതയോടെ ആണെങ്കിലും അവൾ അവന് മുകളിൽ തന്നെ കുറച്ചു നേരം കിടന്നു. ഇടയ്ക്ക് അവന്റെ ശ്വാസതാളം ഒരേപോലെ ആയെന്ന് തോന്നിയ നിമിഷം ധാത്രി അത്രയും മെല്ലെ ഒരു തൂവലിന്റെ തലോടലിനെ പോലും ബാക്കിയാക്കി പതുക്കെ കൈ പിൻവലിച്ചെടുത്തു. ആ നേരം വരെ കിട്ടിയ ചൂട് പോയതറിഞ്ഞതും അവന്റെ കൈകൾ അറിയാതെ അതിനെ പരതി തുടങ്ങിയ സമയത്ത് ധാത്രി പെട്ടെന്ന് തന്നെ അവന് മുകളിൽ നിന്നും ചാടി എഴുന്നേറ്റു. കട്ടിലിൽ നിന്നും വെപ്രാളം പിടിഞ്ഞവൾ എഴുന്നേറ്റതും ബാലൻസ് പോയവൾ നിലത്തേക്കിരുന്നു പോയി. അവന്റെ ആ ഒറ്റ പ്രവൃത്തിയിൽ അവൾ അത്രമാത്രം പേടിച്ചു പോയിരുന്നു. അറിയാം, ആ ഉറങ്ങിക്കിടന്നവൻ അറിഞ്ഞുകൊണ്ടാവില്ല ഇതൊന്നും ചെയ്തിട്ടുണ്ടാവുകയെന്ന്. പക്ഷെ എന്നാലും അവന്റെ ചുണ്ടുകൾ പതിഞ്ഞിടം അവളുടെ ശരീരത്തിലാകെ താൻ ഒട്ടിച്ചേർന്ന് കിടന്നതും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. എന്തോ വല്ലാത്തൊരു വെപ്രാളവും വിറയലും ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകാത്ത പോലെ. അവൾ അരികിൽ ചെന്നിരുന്ന ജഗ് അതുപോലെ വായിലേക്ക് കമഴ്ത്തി. വായിലേക്ക് വീഴുന്ന വെള്ളത്തിനും അപ്പുറം പാതിയും അവളുടെ ശരീരത്തെ നനച്ചാണ് നിലത്തേക്കിരുന്നു പോയത്. ഷോ, മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ പോലും നിനക്ക് അറിയില്ലേ ധാത്രി? ഇട്ടിരുന്ന ഉടുപ്പും പാവാടയും ആകെ നനഞ്ഞെന്ന് കണ്ട് സ്വയം വഴക്കു പറഞ്ഞവൾ പുറത്തേക്കിറങ്ങി ഡ്രസ്സ് മാറി വന്നു. ഒപ്പം കയ്യിൽ കരുതിയ മോപ്പുമായി നിലത്ത് വീണ വെള്ളം ആകെ തുടച്ചിടുകയും ചെയ്തു. ഈ നേരത്താണ് വംശിയിൽ നിന്നും വല്ലാത്തൊരു ഞരക്കം അവൾ കേൾക്കുന്നത്.
ആദ്യം അത് മനസ്സിലായില്ലെങ്കിലും അവന്റെ ഞരക്കവും മൂളലും കൂടുന്നത് കണ്ട് പെണ്ണ് ഭയന്നിട്ട് അവനടുത്തേക്ക് ചെന്നിരുന്നു. ആകെ മൂടിക്കിടന്നവളിൽ നിന്നും പുതപ്പ് മാറ്റി കഴുത്തിലും നെറ്റിയിലും ഒക്കെ കൈവച്ച് നോക്കുമ്പോൾ പൊള്ളുന്ന ചൂടാണ് ആൾക്ക്. ഡോക്ടർ മരുന്ന് കൊടുക്കാൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് നേരമായതുകൊണ്ടാവും ഇങ്ങനെയെന്ന് ചിന്തിച്ചവൾ അവനെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എഴുന്നേറ്റില്ല. പനി അവന് കൂടുകയാണെന്ന് മനസ്സിലായി അവൾ അവനെ പിന്നെയും വിളിക്കാൻ തുടങ്ങി. ഏട്ടാ, എഴുന്നേറ്റേ, ഏട്ടാ. കുറെ അധികം നേരത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് അവൻ കണ്ണു തുറന്നത്. ഏട്ടാ, എഴുന്നേറ്റേ, മരുന്ന് കഴിക്കാനുണ്ട്. നേരമെടുത്തു വംശിക്ക് കണ്ണു തുറക്കാനും മുന്നിൽ നിൽക്കുന്നത് ധാത്രിയാണെന്ന് മനസ്സിലാവാനും. നീ നീ എന്താ ഇവിടെ? ഞാനിവിടെ ആണല്ലോ. കൂടുതലൊന്നും പറയാതെ അവളുടെ മറുപടി മെല്ലെയായിരുന്നു. എഴുന്നേൽക്കുമോ? മരുന്ന് കഴിക്കാനുണ്ട്. മരുന്നോ? എന്തിന്? കാട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവന്റെ ഇടം കണ്ണ് അവൾക്ക് നേരെ ചെന്നു. അത് പിന്നെ പനിയല്ലേ? അവന്റെ ഭാവത്തിലും ചോദ്യത്തിലും ഒന്ന് ഭയന്നവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എനിക്കും മരുന്നൊന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്. ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൻ എഴുന്നേൽക്കാൻ പോയതും കട്ടിലേക്ക് തന്നെ വീണുപോയി. അവൾ പെട്ടെന്ന് അവനെ താങ്ങാൻ ചെന്നതും വംശി ഇടത് കൈ ഉയർത്തിക്കൊണ്ട് വേണ്ടാന്ന് വിലക്കി. ഞാൻ എഴുന്നേറ്റോളാം, എനിക്കറിയാം. വാശിയിൽ എങ്ങനെയോ പിടിച്ചവൻ എഴുന്നേറ്റു. നിന്നോടാരാ എന്റെ മുറിയിൽ കയറാൻ പറഞ്ഞത്? ഇറങ്ങി പോകാൻ നോക്കടി. എഴുന്നേറ്റൊന്ന് നേരെ നിന്നതും വംശിയിൽ നിന്ന് ആദ്യം കേൾക്കുന്നത് അതാണ്. അവന്റെ വാക്കുകളുടെ ധാർഷ്ട്യം അവന്റെ ശരീരത്തിലില്ല എന്നറിയുന്നവൾ അവൻ വീഴുമോ എന്നുള്ള ഭയത്തിൽ അവന്റെ ജൽപ്പനങ്ങൾ പലതും ശ്രദ്ധിച്ചുമില്ല, കേൾക്കാൻ നിന്നതുമില്ല. നിന്നോടല്ലേടി ഞാൻ പറഞ്ഞ് നാവെടുത്തതിന് മുന്നേ തന്നെ അവന്റെ കാലുകളുടെ ബലം നഷ്ടപ്പെടും പോലെ വംശി ഒന്ന് പതയതും സിദ്ധി അവനെ വീഴാതെ താങ്ങി പിടിച്ചു. വയ്യല്ലോ, എന്തിനാ പിന്നെ ഈ വാശി? അടുത്തതെന്തോ പറയാൻ വേണ്ടി അവൾക്ക് നേരെ ശബ്ദമുയർത്താൻ തുടങ്ങിയവൻ തന്റെ നെഞ്ചിൽ നിന്നും താഴെയായി തന്നെ വീഴാതെ പിടിച്ചു നിർത്താൻ പാടുപെടുന്നവളുടെ വാക്കിലും പിടുത്തത്തിലും ശരിക്കും പറഞ്ഞാൽ തറച്ചു നിന്നു. അത്രയും ചേർത്തു പിടിച്ചായിരുന്നു അവളുടെ ആ നിൽപ്പ്. അറിയാതെയെങ്കിലും തന്റെ കൈ അയഞ്ഞുപോയാൽ അവൻ വീഴുമോ എന്നുള്ള ഭയത്തിൽ അവളുടെ പിടുത്തത്തിന്റെ മുറുക്കം ഒരുപക്ഷെ അവൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും പേടിച്ചുകൊണ്ടുള്ള പിടിയിൽ അവന്റെ നെഞ്ചിന് മുകളിലായി വെച്ചിരുന്ന കൈക്കുള്ളിൽ കിടന്ന് രോമങ്ങൾ ശ്വാസം മുട്ടി. ചിലതൊക്കെ പിഴുത് അവളുടെ കയ്യിലേക്ക് വന്നതും അവൻ വേദന സഹിക്കാൻ വയ്യാതെ എരിവ് വലിച്ചുപോയി. ഒപ്പം വേദനയുടെ ദേഷ്യം വേറെ. നിന്നോടാരാ എന്നെ തൊടാൻ പറഞ്ഞേ? വിട്ടേ, മാറി നിന്നേ നീ. കാല് വേച്ചു പോയെങ്കിലും അവളെ തള്ളിമാറ്റാൻ നോക്കി വംശി. സ്വതവേ വെളുത്ത മുഖം ചുവന്ന കളറായത് പാതിയിലും കൂടുതൽ ആ താടി മറച്ചിട്ടുണ്ടെങ്കിലും അവന്റെ മൂക്കും കണ്ണും ചെവിയുമൊക്കെ അതിന്റെ ആക്കം അവളെ നന്നായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ധാത്രി! ആ പല്ലുകൾക്കിടയിൽ കിടന്ന് ആ പേര് പലതവണയാണ് ഞെരിഞ്ഞമർന്നു മരിച്ചത്. ഒച്ചയും ബഹളവും ഒന്നും വെക്കണ്ട. ഞാൻ മാറി തന്നോളാം, അടങ്ങി നിൽക്ക്. ഇനി അവന്റെ ദേഷ്യം സഹിക്കാൻ വയ്യാത്ത പോലെ പെണ്ണ് കട്ടിലേക്ക് അവനെ ചാരി നിർത്തിക്കൊണ്ട് പറഞ്ഞു. എങ്കി മാറി നിൽക്ക്. മതി നിന്റെ തൊട്ടും പിടിച്ചുമുള്ള ചികിത്സ. ആക്രോശം കൂടിയതും അവന്റെ ശരീരം നന്നായി ഒന്ന് ഉലഞ്ഞു. മുന്നോട്ടാഞ്ഞവൻ വീഴാതിരിക്കാൻ അവളുടെ തോളിലാണ് പിന്നെയും കൈകൾ അമർത്തിയത്. അങ്ങനെ അവളെ താങ്ങി നിന്നുകൊണ്ട് ഈ ജാതി പ്രഭാഷണങ്ങൾ മറന്നുപോയ പോലെയായിരുന്നു പിന്നെയും അവന്റെ ആക്രോശവും ബഹളവുമെല്ലാം. കുറച്ചു നേരം മുന്നേ വരെയുള്ള ധാത്രിയായിരുന്നെങ്കിൽ എപ്പോഴേ അവനെ കളഞ്ഞ് മൂന്നാല് നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയനെ. പക്ഷെ ഇപ്പോ എന്തോ അതിനൊന്നും കഴിയുന്നില്ല. അവൻ കാണിക്കുന്ന ദേഷ്യത്തിനും വാശിക്കും അപ്പുറം അതൊന്നുമല്ലാതെ മറ്റാരോ ആയ പോലെ. അതെ, ഫുൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറി നിൽക്ക്. എനിക്ക് വാഷ്റൂമിൽ പോണം. അവൻ ചാട്ടം ചാടിയതും അവൾ സൈഡിൽ കൂടി മാറി നിന്നു. ഒപ്പം പല്ല് കടിച്ചു പിടിച്ചു. പിന്നെ സ്കാൻ ചെയ്യാൻ പറ്റിയൊരു മുതലല്ലേ നിൽക്കുന്നേ? ഇതിലെ അമ്പര സുന്ദര ചെറുക്കന്മാർ എന്റെ കോളേജിലുണ്ട്. അവർക്കൊന്നും തവിടും പിണ്ണാക്കും ഇട്ടുകൊടുക്കാത്ത ഞാനാ ഇയാളെ. ആവോളം പുച്ഛത്തോടെയാണ് ഓർത്തതെങ്കിലും അതിന്റെ ഒരു ഭാവവും മുഖത്ത് വരാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. എന്തിനാ ഇനിയിപ്പോ അടുത്ത വയ്യാവേലി? അവളുടെ ഭാഗത്തു നിന്നും തിളച്ച മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നവൻ അതില്ലെന്ന് കണ്ടതും അതുവരെ അവന് കൈത്താങ്ങി നിന്ന തോളിൽ നിന്നും കൈ പിൻവലിച്ച് അവളെ നോക്കി 3-4 സ്റ്റെപ്പ് തികച്ചു നടന്നോന്നറിയില്ല. അതിനു മുന്നേ തല കറങ്ങി അവൻ പിന്നിലേക്ക് വെച്ചു. കണ്ടോ, ഇതുകൊണ്ടാണ്
ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നേരം പിടിച്ചുകൊണ്ട് നടന്നത്. അതെങ്ങനെയാ? വയ്യെങ്കിലും 4 കൊമ്പന്റെ തലയെടുപ്പും കൊണ്ടല്ലേ നടത്തം. അവന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് പെണ്ണ് അവനെ താങ്ങി നിർത്തി. 4 10 കൊമ്പന്റെ അഹങ്കാരമാണ് എനിക്ക്. എന്തേ? അവളിൽ നിന്നും പിടുത്തം വിടാതെ തന്നെ തന്റെ നെഞ്ചിന് താഴെ നിൽക്കുന്നവളെ അവൻ പല്ല് കടിച്ചു നോക്കി. സോറി, ക്ഷമിക്കണം. നോക്കിയപ്പോൾ 4 കൊമ്പനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. 6 കൊമ്പനെ ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ ഓക്കെയായി. കാണാൻ പറ്റുന്നുണ്ട് മറ്റേ ആ 10 കൊമ്പ്. അവനെ നല്ലോണം പുച്ഛിച്ചുകൊണ്ട് അവൾ മെല്ലെ നടന്നതും അവൻ അവിടെ തന്നെ നിന്നു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ആകെ 10-40 കിലോയേ ഉള്ളൂ. അറിയോ നിങ്ങക്ക്? അതെനിക്ക് അറിയാടി പൊട്ടിക്കാളി. മനസ്സിലാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും അവൾ എന്തിനാണിപ്പോൾ എടുത്തിട്ടത് എന്ന് മനസ്സിലാവാതെ അവൻ ഒരിക്കൽ കൂടി ആ കണ്ണിലേക്കൊന്ന് നോക്കി. ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുകയൊന്നും വേണ്ട. എന്റെ 40 കിലോ വെച്ച് ഈ 100 കിലോ തള്ളി നീക്കാൻ അത്യാവശ്യം നല്ല പാടാണ്. എന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വാഷ്റൂമിലേക്ക് കയറും മുന്നേ ഒന്നും രണ്ടും ഒന്നും സാധിക്കാതിരിക്കാനാ. അപ്പൊ വെറുതെ വാശി കാണിച്ച് എന്നെയും കൂടി പിന്നിലേക്ക് വലിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ പാട് നോക്കി പോകും. പിന്നെ കിടക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഈ മുറിയിൽ തന്നെ ആയിപ്പോകും. അറിയാവോ? ദേഷ്യം വരുന്നു. ദേഷ്യം പിടിച്ച് അവൾ അത് പറഞ്ഞു നിർത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവന്റെ തോളിൽ പിടിച്ചിരുന്ന കൈ പിന്നിലേക്ക് വളച്ച് അവളെ മൊത്തത്തിൽ അവൻ നെഞ്ചോടമർത്തി പിടിച്ചു കഴിഞ്ഞിരുന്നു. അമ്മേ, മഹാദേവാ! വേദന കൊണ്ട് പെണ്ണ് ഒരൊറ്റ കൂവലായിരുന്നു. എടോ കാല, എന്റെ കൈ! അയ്യോ അമ്മേ! പെണ്ണ് പിന്നെയും അലമുറയിട്ടതും വംശി കൈ ഒന്നയച്ചു. അവന്റെ ആനക്കൈയിൽ നിന്നും സ്വന്തം കൈ തിരിച്ചു കിട്ടിയതും പെണ്ണ് അവനെ മനസ്സിൽ വന്ന ചീത്ത മുഴുവനും വിളിച്ച് കൈ ആഞ്ഞാഞ്ഞു കുടഞ്ഞു. തന്റെ കൈ എന്താടോ രാവണ, ഇരുമ്പുകൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നത്? എന്റെ മഹാദേവ, എന്റെ കൈ ഒടിഞ്ഞു എന്നാ തോന്നുന്നത്. കൈ പിന്നെയും പിന്നെയും കുടഞ്ഞ് അവനെ നോക്കി അലറുന്നവളെ ഒട്ടൊരാനന്ദത്തോടെയാണ് അവൻ നോക്കി നിന്നത്. എടോ പിശാശെ, തന്നെയുണ്ടല്ലോ, തന്നെ ഞാൻ എന്താ ചെയ്യുക? വേദനയുടെ ആക്കത്തിൽ അവൾ ചെന്നവന്റെ നെഞ്ചിൽ ഒരൊറ്റ ഇടി കൊടുത്തു. ഡീ, പോടാ! നിന്നെ സഹായിക്കാൻ വന്നതിനല്ലേ നീ എന്റെ കൈ പിടിച്ച് തിരിച്ച് ഈ അവസ്ഥയിലാക്കിയത്? പറയുന്നതിനൊപ്പം 1-2 തല്ലും കൂടി അവൾ ആ നെഞ്ചിലേക്ക് കൊടുത്തു. ആദ്യം കിട്ടിയ അടിയിൽ തന്നെ അവളെ കൊല്ലാനുള്ള ദേഷ്യവുമായി നിന്നവൻ അടുത്ത 2 തല്ലും കൂടി കിട്ടിയതും അവളുടെ ഇരു കൈകളും പിടിച്ച് ഒരുപോലെ പിന്നിലേക്ക് തിരിച്ചു പിടിച്ച് അവളെ മൊത്തത്തിൽ സ്വന്തം നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. വിടടോ, താൻ വിട്ടേ! നീ എന്നെ തല്ലും അല്ലേടി? അവന്റെ ശബ്ദവും മുഖവും ആകെ മാറി. ഇത്തിരി മുന്നേ തളർന്നു കിടന്നവനാണോ ഇതെന്ന് അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റമായിരുന്നു അത്. ഇനി ഒന്നുകൂടി നീ എന്നെ തല്ലി കാണിക്കടി! അവളുടെ ഇരു കൈത്തണ്ടകളും പിന്നിലേക്ക് വെച്ച് ഒന്നുകൂടി അമർത്തി അവൻ മുരണ്ടതും പെണ്ണിന്റെ ദേഷ്യം കൈവിട്ടുപോയി. എനിക്ക് നോവുന്നുണ്ട്, വിടാനാ പറഞ്ഞത്. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി? അത് ചോദിച്ചത് മാത്രമേ വംശിക്ക് ഓർമ്മയുള്ളൂ. തൊട്ടടുത്ത നിമിഷം അവളുടെ കുഞ്ഞിക്കീരി പല്ലുകൾ അവന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരി കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗം വേഗം കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.